നമസ്കാരം. ഞാൻ ഷൈൻ പണിക്കർ. ഒരുപാട് ആൾക്കാർക്കുള്ളൊരു സംശയം, ഈ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമുക്കതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറയാറുണ്ട്. ഒന്നിലധികം കാരണങ്ങൾ അതിനുണ്ട്, ഒന്നിലധികം തന്നെ കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പല കാരണങ്ങൾ കൊണ്ടും ഒരു ക്ഷേത്രത്തിനും ചില നെഗറ്റീവ് എനർജീസ് ഉണ്ടാകും. അപ്പോൾ ആ നെഗറ്റീവ് എനർജീസ് നമ്മളെപ്പോലുള്ളവർക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് ഈ പുലയോ വാലായ്മയോ ഒക്കെ ഉള്ളവർ, അവർക്ക് ക്ഷേത്രത്തിൽ ശരിക്കും പ്രവേശിക്കാൻ പാടില്ലാത്തവരുണ്ടല്ലോ, അവർ പ്രവേശിച്ച ക്ഷേത്രങ്ങൾ. രണ്ടാമത്തേത്, ഈ രക്തം അല്ലെങ്കിൽ മലമൂത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അശുദ്ധികൾ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലോ ബലിക്കല്ലിലോ അങ്ങനെയൊക്കെ വീണ സമയങ്ങളുണ്ടാകും. അത് നമ്മൾ ചിലപ്പോൾ അറിയാതെ ആയിരിക്കും പോകുന്നത്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാനരന്മാർ. അപ്പോൾ വാനരന്മാർ ചിലപ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിലുണ്ടാവുമെന്ന് പറയും, എന്നാൽ ഇപ്പോൾ ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കാറില്ല. അപ്പോൾ വാനരന്മാർ, പിന്നെ കാക്ക, കുറുക്കൻ, പട്ടി, പിന്നെ അതുപോലെ ഈ ചേര, അതുപോലുള്ള ചില മൃഗങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാലും ഈ ക്ഷേത്രങ്ങൾക്ക് അശുദ്ധി ഉണ്ടാവാറുണ്ട്. ചില സമയങ്ങളിൽ ഇതിന് ഈ ബിംബത്തിനൊരു ഇളക്കം, അത് ആ കറക്റ്റ് ശാന്തിക്കാരൻ അറിയാൻ പറ്റും. ബിംബങ്ങൾക്ക് ഇളക്കം ഉണ്ടാകുന്ന സമയങ്ങളിലും ഈ ക്ഷേത്രത്തിനൊരു നെഗറ്റീവ് എനർജീസ് വരാറുണ്ട്. അല്ലെങ്കിൽ ഈ ബിംബത്തിൻ്റെ അവയവങ്ങൾക്ക് ചിലപ്പോൾ ഒരു കയ്യിൽ എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിക്കുക, അല്ലെങ്കിൽ ആ ചെവിയിലോ മുഖത്തിന് എന്തെങ്കിലും ഒരു പാളിച്ച വന്നാലും നമുക്ക് ആ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ ദേവൻ്റെ അഹിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ദേവപ്രശ്നത്തിലൂടെ അറിയാൻ പറ്റും. ദേവപ്രശ്നങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ വർഷങ്ങളിൽ നടത്താറുണ്ട്. ദേവപ്രശ്നങ്ങളെ നടത്തിയിട്ടില്ലാത്ത ചില അമ്പലങ്ങളും ഉണ്ടാവും. കാരണം ദേവപ്രശ്നം നടത്തുന്നതിന് അത്യാവശ്യം ഒരു ചിലവുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഒരു നെഗറ്റീവ്സ്, ആ ദൈവത്തിൻ്റെ അഹിതം സംഭവിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിംബം, അതായത് ഈ ആചരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ആ ബിംബത്തിൽ തന്നെ അതിന് കൃത്യമായൊരു ധ്യാനം ഉണ്ടാവും. അപ്പോൾ ആ ധ്യാനം നമ്മൾ പറയുമ്പോഴത്തേക്കും ആ ദൈവത്തിൻ്റെ ധ്യാനമല്ല, അതായത് ദുർമന്ത്ര ധ്യാനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ തരത്തിൽ വരുമ്പോഴത്തേക്കും അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാകും. പിന്നെ ക്ഷുദ്രമന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഇതിനെല്ലാം ആ ഒരു ദൈവത്തിൻ്റെ ശക്തി ചൈതന്യത്തിന് ഒരു കുറവ് സംഭവിക്കാൻ ഇടയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെയുള്ളൊരു ക്ഷേത്രം ശരിക്കും ആ പ്രദേശത്തിനും അവിടെ ദർശനം നടത്തുന്നവർക്ക് അതിൻ്റേതായ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും. ഇത് കൃത്യമായി ദേവപ്രശ്നത്തിലൂടെ നടത്താൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ധ്യാനം വ്യത്യസ്തമാണ്. ഓരോ ക്ഷേത്രങ്ങളിലെയും ധ്യാന മന്ത്രങ്ങൾ അവിടുത്തെ രൂപങ്ങൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന്, പൊതുവായി ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മൾ പോകണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊതുവായ ധ്യാനം, അവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കാളിം മേഘം സമപ്രഭം എന്ന തരത്തിൽ പറയുന്ന ഒരു ധ്യാനത്തിലായിരിക്കും, ആ രൂപഭാവത്തോടുമായിരിക്കും അവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. എന്നാൽ വളരെ വിരളമായ ചില ക്ഷേത്രങ്ങളിൽ ശംഭുസ്ഥാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ധ്യാനം അനുസരിച്ചായിരിക്കും ആ ധ്യാനം തുടങ്ങുന്നത്. അപ്പോൾ ഈ ധ്യാനം ഏതാണെന്നറിയാൻ നമുക്ക് ആ ശാന്തിക്കാരനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ശാന്തിക്കാരൻ പറഞ്ഞു തരാം, അതിൽ നിന്നും കുഴപ്പമില്ല. കാരണം ആ ശാന്തിക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ആ ധ്യാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫലമാണ്. മിക്കവാറും ആൾക്കാർ ചെന്ന് ക്ഷേത്രത്തിൽ നിന്ന് അവരവരുടെ പ്രശ്നങ്ങൾ അവിടെ ഇറക്കി വയ്ക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. അല്ല, ഈ ധ്യാനത്തെക്കുറിച്ചോ അവിടെ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരേണ്ട ആ ഒരു പോസിറ്റീവ് എനർജിയെക്കുറിച്ചോ ആരും അത്ര അങ്ങോട്ട് ശ്രദ്ധാലും അല്ല. എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ ഇറങ്ങാൻ അല്ലെങ്കിൽ കരയാനോ അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ പോകുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. ധ്യാന മന്ത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കഴിയുന്നത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും മൊബൈൽ ഫോൺ ഒന്നുകിൽ വണ്ടിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പോവുകയും ചെയ്യുക. കാരണം ആ റേഡിയേഷൻസ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ അമ്പലത്തിലെ ശ്രീകോവിലിനുള്ളിൽ ആ പോസിറ്റീവ് എനർജി നമുക്ക് വരേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ചിലരുണ്ട് വളരെ എന്നുവെച്ചാൽ ദേവനെ ശ്രദ്ധിക്കാത്ത തരത്തിൽ പരസ്പരം ഭയങ്കര തമാശകൾ പറഞ്ഞോ അല്ലെങ്കിൽ പൊട്ടിച്ചിരിച്ചോ ദേവനെ നിഷേധിക്കുന്ന ഭാവത്തിലോ ആ തരത്തിലൊക്കെ ചിലർ, അതായത് ഒരു ദേഷ്യഭാവം. ശരിക്കും നമ്മളൊരു മുഖത്തൊരു പുഞ്ചിരിയും ഒരു സൗമ്യഭാവവും ആ ഒരു ഭാവത്തിലാണ് നമ്മൾ ആ ക്ഷേത്ര ദർശനം നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ ബലിക്കല്ലിൽ ചവിട്ടാതെയും കൃത്യമായ ശ്രീകോവിലുള്ള വലം വെപ്പിൻ്റെ എണ്ണോ അതെല്ലാം കൃത്യമായി പാലിക്കുന്നതും ഈ ധ്യാനമന്ത്രങ്ങൾ
കൃത്യമായും മനസ്സിലാക്കി ചൊല്ലുകയും ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പാണ്. അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങൾ ഇനിയെങ്കിലും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനിയും അല്ലാത്ത 2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ മറ്റു വീഡിയോകളിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷമായിരിക്കണം ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. നന്ദി, നമസ്കാരം.